അപ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറൊന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള റിവ്യൂ പറഞ്ഞാൽ നന്നായി. വിനോദ് സാർ എപ്പോ ഈ സാധനം എടുത്തു നോക്കാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു ടൂൾസേ. അതെ അതെ. മറ്റത് ഒന്നും അറിയില്ലായിരുന്നു. എന്താ ഈ സാധനം, ഉം. എവിടെ അതൊരു കേറ സന്തോഷമുള്ള കാര്യമാണ്. അത് രാത്രികാലം പറഞ്ഞു ഗാമയിൽ ചെയ്യാൻ പറ്റി. അപ്പൊ അതൊരു ആ, സന്തോഷമുള്ള കാര്യം. ഏകദേശം ഐഡിയ ഒരു ഒരു ആ ഒരു വൺ ലൈൻ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, കുറച്ചു പേർക്കെങ്കിലും. വൺ ലൈൻ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ബാക്കി പിന്നെ നമ്മൾ തന്നെ ബിൽഡ് ചെയ്യണം. ബാക്കി നമ്മൾ തന്നെ ബിൽഡ് ചെയ്യും. ഉം അതിനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. അതെന്തായാലും 21 ദിവസത്തിനുള്ള അത് സഹായിച്ചു. വളരെ നന്ദിയുണ്ട്, വളരെ നന്ദി. Thank you. ആ, എല്ലാരും പറയണം ഷിജിന, കേട്ടോ. വിനോദ് എന്തെങ്കിലും സാർ പോരായ്മകളുണ്ടെങ്കിലും പറഞ്ഞു. എനിക്ക് AI എന്ന് പറഞ്ഞ ആകെ ഒരു ChatGPT ഒരു ജെമിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശരിക്കും ഇത്രയും സാധ്യതകളെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. പിന്നെ ഉള്ളത് കോപ്പൈലറ്റ്, ഇത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഇല്ല. ഗാമയൊന്നും എനിക്ക് അറിയാൻ പോലും ഇല്ലായിരുന്നു കേട്ടോ. PPT ഒക്കെ ഞാൻ ശരിക്കും ChatGPT തന്നെ ഉണ്ടാക്കിയ, പക്ഷെ ChatGPTയിലെ PPT കാണാൻ ഒരു ഭംഗിയൊന്നും ഇല്ല. ഒന്നും ഗ്രാഫിക്സോ അങ്ങനെ കാര്യങ്ങളൊന്നും കിട്ടില്ല. ഒരു ഭംഗിയില്ലാത്ത സാധനങ്ങളാണ് ആകെ. ശരിക്കും എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തത് ChatGPT മാത്രമേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലായത് ഈ ക്ലാസ്സിലാണ്. താങ്ക് യു. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലൊക്കെ അതും പറയാം കേട്ടോ. സത്യസന്ധമായിട്ട് പറഞ്ഞു. എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല സാറേ, എല്ലാവരും തുടക്കത്തിലൊക്കെ അതൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അല്ല ഞാൻ അത് പറയും. കണക്കാക്കി വേണ്ട, അങ്ങനെ അതൊന്നും പറഞ്ഞാലേ കണക്കാക്കി. നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉം. എന്തായാലും ഇത് സാറെ, ചെറിയ പോരായ്മകളൊക്കെ ഞങ്ങൾ പേഴ്സണലി വിളിച്ചിട്ട് പറയാം. പക്ഷെ ആ എങ്ങനെ പോരായ്മകളെക്കാൾ മികച്ച ക്ലാസ്സുകളായതുകൊണ്ട് അതിവിടെ പറഞ്ഞാൽ അത് കുറവാണ്. ഞാൻ എന്തായാലും പേഴ്സണലി നിങ്ങളെ വിളിച്ചിട്ട് പോരായ്മകൾ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷെ കണ്ടന്റ് കുറച്ചധികം ആയതുകൊണ്ട് നമുക്ക് ആ പോരായ്മകളെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ഓക്കെ ഓക്കെ. എല്ലാരും പറയുന്നുണ്ട്, എല്ലാരും പറയുന്നുണ്ട്. സാറേ ഞാന് ഐഡിയോഗ്രാം, പിന്നെ ChatGPT, പിന്നെ എന്താ ബിങ്, പിന്നെ കോപ്പൈലറ്റ് ഇതൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്ത് നോക്കിയോ? വർക്ക് ചെയ്ത് ഇങ്ങനെ മറ്റേ ലോഗോ ഒക്കെ ചെയ്ത് നോക്കി. ലോഗോ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ബിങ്ങിലൊന്നും നോക്കിയില്ലേ? ബിങ്ങില് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളതൊന്നും നോക്കിയില്ലേ? ബിങ്ങില് നോക്കിയിട്ടില്ല. ബിങ് വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ നമ്മ ഒരേ ടൂളുകൾ എടുക്കുമ്പോ അത് കുറച്ചും കൂടെ നമുക്ക് അതെന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഐഡിയ നമുക്ക് സാറിന്റെ ക്ലാസ് കൊണ്ട് അങ്ങനെ. മാമിന് ബിങ് കോപ്പൈലറ്റ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ മിഡ്ജേനി എടുത്ത് എന്നൊക്കെ പറയുമ്പോൾ നോക്കിയ നമ്മൾ ക്യാഷ് മുടക്കണ്ടല്ലോ മിഡ്ജേനി. അതിന് പകരം ആദ്യമേ നമ്മള് കോപ്പൈലറ്റ് മൈക്രോസോഫ്റ്റ് ബിങ് ഉപയോഗിക്കാം. പിന്നെ ഇത് ലിയനാർഡോ AI എന്ന് പറയുന്നൊരു ഞാനൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിക്കാം. ട്രയൽ നമുക്ക് കിട്ടും ആർട്ടിസ്റ്റിക് വർക്കിനെ. മിഡ്ജേനി എന്ന് പറയുമ്പോൾ നല്ല പെർഫെക്ഷൻ ഉണ്ട്, പക്ഷെ നമുക്കത് ഇതാണ് പെയ്ഡാണ്. ഉണ്ടാവില്ല, ഫ്രീ ഉണ്ടാവില്ല. എന്തോ ഒരു വർക്കിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് പിന്നെ അതെന്തായാലും അടുത്ത മാസം ചെയ്യും. അതല്ല ഞാൻ പറഞ്ഞതല്ല വേറെന്തോ തിരക്കിലാണെന്ന് പറഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം. അതെ, അന്ന് പറഞ്ഞതല്ലേ? ഇത് ഫുള്ളാക്കിയതാണ്. ഓക്കെ. വെരി ഗുഡ്. ഇത് കുറച്ച് സമയം പിടിക്കണ സംഭവമാണേ. അതെ. ഇത് ഏത് കാറ്റഗറിയിൽ വരും ഈ പെയിന്റിങ്ങിൽ തന്നെ?
ഇത് അറബിക് കാലിഗ്രഫിയാണ്. ഇതുപോലെ ഏതാണ്? നമുക്ക് മലയാളം ഇത് അറബിക് കാലിഗ്രഫിയാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് മലയാളം ആ അത് നമുക്ക് മലയാളം ഇംഗ്ലീഷൊക്കെ ചെയ്യാം. ഇതിപ്പോ എന്താ എഴുതിയിരിക്കുന്നത് ഇതില്? ഇത് നമ്മളെ ഖുറാനിൽ ആയത്തുൽ കുർസിയാ. ഖുറാനിൽ നമ്മൾ ഈ വീടുകളിലൊക്കെ കാണുന്നതല്ലേ, നമ്മള് അതന്നെ. മുസ്ലിം കുടുംബങ്ങളിൽ കാണാറുണ്ട് ഇതുപോലെ. ആ, ഫുള്ളി ഹാൻഡ് മെയ്ഡാ? അതെ ഇത് ഫുള്ള് അതെ അതെ എന്റെ അമ്മ നിങ്ങൾ ആ സൈഡിലൊക്കെ എങ്ങനെ എന്താ എഴുതിയേക്കുന്നത്? ഇത് കാണുന്നുണ്ടോ ശരിക്കും? അടിപൊളിയായി കാണുന്നുണ്ടോ? നല്ല ഭംഗിയായിട്ടുണ്ട്. ആ സൈഡിലൊക്കെ നിങ്ങൾ എങ്ങനെ എന്താ എഴുതി കുറിച്ച് വരയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടേക്ക? ആ അതെ, അടിപൊളിയായിട്ടോ. അതാ മൊത്തത്തില് വരച്ചു കുറിച്ച പോലെ ഉണ്ട്, പക്ഷെ സംഭവം അടിപൊളിയായിരിക്കണം. ആ ഹാൻഡ് മെയ്ഡ് ആണ്. സാറേ, നടുവില് കബട ഒരു ഫീലിംഗ് വരുന്നില്ലേ? കബട എന്താ എന്താ നടുവില് ആ എഴുത്തേ കബേനെ റെപ്രസെന്റ് ചെയ്യണ പോലെ തോന്നുന്നുണ്ട് ശരിക്കും. ആ കബ. ആ അല്ല, ഇത് കുറച്ച് റിസ്ക് പണി തന്നെ കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് പറഞ്ഞാല് ഏതായാലും അടിപൊളി, കൺഗ്രാചുലേഷൻ. ഇങ്ങനെ സൈഡത്തെ എഴുത്ത് ചുറ്റുഭാഗത്തുള്ളതേ ആ എന്താന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വായിക്കാൻ കഴിയുള്ളൂ. ഇല്ല നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നമ്മളിത് മാർക്കറ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യണം. അത് അടിപൊളിയായിട്ട് നല്ല വീഡിയോ എടുത്തിട്ട് അങ്ങ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഫുള്ളാക്കി മറ്റേ എഡിറ്റ് ഒക്കെ ചെയ്തിട്ടേ. അതിനേറ്റവും തുടക്കം മുതലേ എടുത്തിരുന്നോ ആദ്യം? എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ്. കാരണം എന്താ മോനോട് ഇനി പറഞ്ഞ് പറയാൻ എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇടും കേട്ടോ. അതെ അതെ വീഡിയോ ഇനി പറയാനുള്ള എന്താ പറയാ, നിങ്ങൾ ചെറിയ വിലക്ക് വിറ്റിട്ട് എന്താ ചെയ്യുന്നത്? ചെറുതാവരുത്. നശിപ്പിക്കരുത്, അത് മാത്രമേ പറയാനുള്ളത്. അതന്നെ നമ്മെ കൂടുതൽ വില പറഞ്ഞിട്ടുണ്ടെങ്കില് ആരെങ്കിലും മേടിക്കാൻ പറ്റിയ ആൾക്കാർ വേറണ്ടേ? പറ്റുന്നവനെ വിറ്റാ മതി, എന്തിനാ ഈ കഞ്ചൂസായിട്ട് വെക്കുന്നത്? അതെ, അതാണ് പ്രശ്നം. നല്ല റേറ്റ് കിട്ടും, നല്ല റേറ്റ് ഉണ്ട് ആക്ച്വലി. ചെറിയ കാലിഗ്രഫിക്കൊക്കെ 500 രൂപ, കുഞ്ഞിത് ഭയങ്കര ചെറുത്. ഞാൻ തന്നെ വാങ്ങിയത് 500-നാ. ഇതൊക്കെ നല്ല റേറ്റിൽ വിൽക്കാം, കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി. കഴിഞ്ഞ ദിവസം പറഞ്ഞത് APGയുടെ ഒരു കോട്ട് വെച്ചിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തതിന് 600 സംതിങ് രൂപയാണ്. അതിനകത്ത് ചെറിയൊരു ഫ്രെയിം, ഏറ്റവും ചെറിയ ഫ്രെയിമാണ് ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നതിന്റെ ഏറ്റവും ചെറുത്. ഇപ്പൊ തന്നെ OLX-ലൊക്കെ ഇട്ട് വെച്ചോളൂ ഇപ്പൊ തന്നെ. കുഞ്ഞ് മാഷാന്ന് പറഞ്ഞ ചെറിയ ഫോട്ടോ ഫ്രെയിം ചെയ്തതിന് 500 വാങ്ങിയല്ലേ. അപ്പൊ ഇത് ഇത്രയും എഫേർട്ട് എടുത്തതല്ലേ, നമ്മുടെ എഫേർട്ടിന് നമ്മൾ ഇച്ചിരി വാല്യൂ. സമയം വേണം, പിന്നെ ഇത്ര എഴുതണ്ടേ, ഇത്ര ഭംഗിയായിട്ട് ചെയ്യണ്ടേ. അപ്പൊ എന്തായാലും നല്ല എഫേർട്ട് എടുത്തിട്ടില്ലേ. OLX-ല് ഒരു 5000 രൂപക്ക് വെക്ക്. അതെ, 5000 രൂപ. പക്ഷെ ഹാൻഡ് മെയ്ഡ് ആണെന്ന് കൃത്യം എഴുതണം. കറക്റ്റ്. അതെ അതെ അതെ, അപ്പോഴാണ് അതിന്റെ ഒരു വാല്യൂ ഉണ്ടാവുക. വാല്യൂ കൂടും ഹാൻഡ് മെയ്ഡില്. മറ്റേതാണ് മെഷീനിൽ അടിച്ചതാ തോന്നും. പ്രശസ്ത കാലിഗ്രാഫർ ഇങ്ങനെ എഴുതണം കേട്ടോ. പ്രശസ്ത കാലിഗ്രാഫർ ഷിജിന കൈകൊണ്ട് എത്ര പ്രവാൻ സാറേ 20 ദിവസം കൊണ്ട് കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പോൾ ചുരുങ്ങിയ വിലയിൽ. എനിക്കത് കേൾക്കുമ്പോ ശരിയാണ്. പിന്നെ എന്തുവാണ് എഴുതിയിരിക്കുന്നത് ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഖയ്യൂം എന്നുള്ള അത് ഒരു ആയത്തിനെ കുറിച്ച് ഒരായത്താണ് ഖുർആനിലത്തെ. അത് നമുക്ക് ആയത്തല്ലേ? അതന്നെ ആയത്ത്. ഒരു ശ്ലോകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങളിതില്. അപ്പൊ നമ്മ വീടിന്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അതിപ്പോ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാന്ന് അതായത് നമ്മള് മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രകാരം ഇത്ര കാര്യങ്ങൾ വീടുകളിൽ ഉണ്ടാവുമ്പോഴും നമുക്ക് ഒരു ഐശ്വര്യം ഉണ്ട് എന്നുള്ള ഒരു ഇത് വരും. സമൃദ്ധി, അങ്ങനെ ഒരു ബിലീഫ്, അങ്ങനെ വിശ്വസിക്കുന്ന. അപ്പൊ ആ ഒരു സംഭവം ഉണ്ടാവുന്നുള്ളത് ഞാൻ നേരെ തിരിച്ച് വിശ്വസിക്കുന്ന ആളാണ്. ഞാനത് മനസ്സിലുണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. പക്ഷെ അത് വേറെ വിഷയം. പക്ഷെ ഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങള് പല വീടുകളിലും കാണാറുണ്ട് ഇതേപോലെ ഏതെങ്കിലുമൊക്കെ വീടുകളിലും
അതുപോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങളിൽ ഇതുപോലെ കാണും. ഉണ്ട്. ഹിന്ദുസ് വെക്കുന്ന പോലെ ഇപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ആ ഉം. അത് റൈറ്റ് തകിടല്ലേ? അതുപോലെ അത് തകിടില്ലേ ചെയ്തേക്കണല്ലേ? ആ അത് പിന്നെ ഇത് സുദർശനം പറയാം. അതേപോലെ ഉം. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യും. ആ ആത്യന്തികമായിട്ട് മനസ്സിന്റെ സമാധാനമാണ്. ഉം. അതെ അതുണ്ടാവുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് കൂടും. ആത്യന്തിക മനസ്സമാധാനം വരണമെങ്കിൽ പൈസ വരണം. പൈസ വന്നാ അത് സമാധാനം. ശരിയാണ് സാർ പറയാ, ഏറ്റവും വലിയ അതിനുള്ള വഴി യൂണിസാർ ചെയ്യുന്നുണ്ടല്ലോ. അല്ല ഷിജിനമാനെ ചെയ്യുന്നുണ്ട് സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ട്. പിന്നെ ഇതും മാർക്കറ്റ് ചെയ്യാം, നന്നായിട്ട് മാർക്കറ്റ്. ഷിജിന മാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അല്ല അല്ല ഷിജിന പണ്ട് മാമിന് ഇനി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഇവിടെ അറിയോ? ഇത്തരം സാധനങ്ങളെ എന്താ പറയാ, കലാകാരന്മാർ ഒരുപാട് ആളുകളുണ്ട്. ഇവർക്ക് ഇത് ഒന്നും കൂടി അഡ്വാൻസ് ലെവലിൽ ഇവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിന് അഡ്വാൻസ് ലെവലിലെ ട്രെയിനിങ്ങിലാണ് കൂടുതൽ പൈസ കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞുതരാം, നമുക്ക് ഒരുപാട് സാധനം സ്പെൻഡ് ചെയ്യാതെ പൈസ കിട്ടുന്ന മേഖല ട്രെയിനിങ് തന്നെയാണ്. ഇപ്പൊ സിനിമയുടെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഇതിന്റെ തന്നെ കുറെ ചെറിയ ചെറിയ വേർഷനൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമില്ലേ ഷീന മാഡം? ഇതല്ലാത്ത വരക്കാൻ എന്തായാലും കാലിഗ്രാഫേഴ്സിനെ കഴിയുള്ളൂ. വേറെ എന്തൊക്കെയോ കല്യാണത്തിന് കൊടുക്കുന്നു, സേവ് ദ ഡേറ്റിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ചെയ്യാനില്ലേ? ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതായി പഠിപ്പിച്ചിട്ട് അതിനൊരു ഫീസൊക്കെ വെച്ച് വരുമ്പോണ്ടല്ലോ, അവിടെയാണ് റിയൽ ഗെയിം നടക്കുക. അത് നിങ്ങൾ ഈ ഉണ്ടാക്കുന്നതിനേക്കാൾ പൈസ ആയിരിക്കും. പൈസക്ക് പൈസ. സാറിപ്പോ കുറച്ച് പ്രശസ്തി ഉള്ള ആളെ ഉണ്ടാക്കിയിരിക്കണ ചിലപ്പോ അതൊരു 10,000-25,000 രൂപയ്ക്ക് പോകുന്നത്. അതെ അതെ. അപ്പൊ അവിടെയാണ് നമ്മൾ നോക്കണ്ടേ. അവിടെയാണ് നമ്മൾ ബ്രാൻഡ് ആവണം എന്ന് പറയുന്നതിന്റെ പ്രസക്തി. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മോശമല്ലാത്ത വരുമാനം യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് ഇതിന്റെ ഫുള്ള് കിട്ടും സാറേ, ഇതിന്റെ ഫുള്ള് കിട്ടും സാറേ എന്ന് വെച്ചിട്ട് ഞാൻ എന്റെ സെഷൻ പോലും അവസാനിപ്പിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തില്ലാത്ത രീതിയിലേക്ക് അവസാനിപ്പിക്കുക. അത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. ഇവിടെ ഒരുപാട് സാധനം അവിടെ മിസ്സിംഗ് ആണല്ലോ, ഇതിപ്പോ എവിടുന്ന് കിട്ടും എന്ന് അങ്ങ് തോന്നിപ്പിച്ചിട്ടാണ് ഞാൻ എന്റെ സാധനം അവസാനിപ്പിക്കുക. അത് സെഷൻ അക്കൗണ്ട്സിന്റെ സെഷൻ ഇരിക്കുന്ന, കാരണം അത് എന്റെ പൈസ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഏത് സാധനം എന്ത് പറയുകയാണെങ്കിലും ഒരുപാട് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള രീതി തന്നെ വെത്തിച്ചിട്ട് അവൻ ഒരുപാട് കാര്യം കൊടുത്തിട്ടാണ് ഞാൻ അവസാനിപ്പിക്കാം. അത് അവസാനിച്ചു നേരം തീരൂല്ല. മനസ്സിലിങ്ങനെ ഒരു ഇന്നലത്തെ ക്ലാസ്സിലെ സാറ് 4-5 സ്ഥലത്ത് ഇട്ടില്ലേ? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫിക്കർ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പോവാം. ഒരു എന്തൊക്കെയോ ഉണ്ടല്ലോ, ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ഇട്ട് തോന്നിക്കഴിഞ്ഞാല് അത് ഞാൻ പലപ്പോഴും എൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട്. 2 രീതിയിലാണ്. നമുക്ക് കൺവിൻസ് ചെയ്തിട്ട് അഡ്മിഷൻ ഉണ്ടാക്കാം, കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അഡ്മിഷൻ ഉണ്ടാക്കാം. ഞാൻ മനസ്സിലാക്കിയത് കൺവിൻസിനേക്കാൾ കൂടുതൽ കൺഫ്യൂഷനിലാണ് അഡ്മിഷൻസ് വരിക. അപ്പൊ അതിനകത്ത് എല്ലാ ആളുകളും അങ്ങനത്തെ, ഞാൻ അക്കൗണ്ട്സിന് ശേഷം മറ്റൊക്കെ എടുക്കുന്ന സമയത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അക്കൗണ്ട്സ് കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലൊക്കെ ക്ലോസിങ്ങിലൊക്കെ നന്നാവും. ഇപ്പൊ വിപിൻ രാജ് എന്നെ പോലെ അല്ലെങ്കിൽ വിപിൻ രാജിനെ പോലെ ഞാൻ ക്ലോസ് ചെയ്യുന്ന ആള് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാ. വിപിൻ രാജ് നന്നായിട്ട് കൺവിൻസ് ചെയ്തിട്ട് ആൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇതിപ്പോ ചെയ്യൽ നിർബന്ധമായി, എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ചിട്ടാലും വേണ്ടില്ല സാധനം ചെയ്യണം എന്നുള്ളൊരു പ്രതീതി നമുക്ക് വരും. ശരിയല്ലേ റോഹൻ സാറേ? പുള്ളി ഒരു 10 മിനിറ്റിന്റെ അങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് ഒരു മുൾമുനയിൽ നിർത്തും, അത് അങ്ങോട്ട് അഡ്മിഷൻ ആക്കും. അത് നമ്മള് ഓട്ടോമാറ്റിക്കായി നമ്മള് കടം വാങ്ങിയിട്ടാണെങ്കിൽ ചേരും. അപ്പൊ അങ്ങനെയാണ് പുള്ളിക്ക് ഉള്ള. അപ്പൊ പുള്ളിയുടെ ക്ലാസ്സിൽ നമ്മൾ സ്ഥിരം അറ്റൻഡ് ചെയ്യുന്നോണ്ടും നമുക്കും ആ ഒരു ചെറിയ സാധനം നമുക്ക് കിട്ടിയതാണ്. ഇതേപോലെ എല്ലാരും എല്ലാ സെഷനും ഇപ്പൊ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സെഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പൊ അതിനൊക്കെ നമുക്ക് കിട്ടും. വിപിൻ രാജിന്റെ ഒന്ന് പറ്റുമെങ്കിലും ഒരു സെഷൻ മിസ്സാക്കരുത്. അതായത് പറഞ്ഞ സാധനം തന്നെയായിരിക്കും വീണ്ടും പറയാം. എന്നാലും നമ്മൾ ആ സ്റ്റുഡന്റ് മൈൻഡ് സെറ്റോടെ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് കിട്ടാൻ ഒരുപാട് കാര്യമുണ്ട്. എല്ലാ പുതിയ ടിപ്സ് പുള്ളി ഓരോ ക്ലാസ്സിലും പറയും. നമ്മൾ എത്ര കേട്ടാലും ഏതെങ്കിലും പുതിയൊരു അറിവുണ്ടാവും.
ആ പറഞ്ഞ സാധനം തന്നെ ചിലപ്പോ വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യും, വേറെ ഒരു രീതിയിൽ കഥയായിട്ട്. പറഞ്ഞു. അതൊക്കെ പറയാൻ പുള്ളിക്ക് ഒരു കഥയുണ്ടാവും. അതാണ് പുള്ളിയുടെ ഒരു രസം. ഓക്കെ, മറ്റുള്ളവർ കൂടെ വർത്തമാനം പറയൂ കേട്ടോ. എല്ലാവരും പറയും. വിനോദ് സാറെ, ആ, പിന്നെ നമ്മളെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റേ മിറാസിൽ മാഡം പറഞ്ഞ അതേ അഭിപ്രായം എനിക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത സാധനം ചാറ്റ് GPT ആണ്. എന്തിനും ഏതിനും ചാറ്റ് GPT ആശ്രയിക്കുന്ന എനിക്ക്. ഇതിന്റെ അപ്പുറത്തേക്കും ടൂളുകൾ ഉണ്ട് എന്നറിയാം, പക്ഷെ സമയക്കുറവ് മൂലം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അധികം ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷെ ഇതില് പ്രത്യേകിച്ച് ഗാമ, പിന്നെ ഇതിലെ പല ടൂളുകളും ഇപ്പൊ എനിക്ക് ഉപകാരപ്പെട്ട ഒരുപാട് ടൂളുകൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഇതിനകത്തേക്ക് തുടക്കം നമുക്ക് ഗംഭീരമായി. ഇനി അതുകൊണ്ട് പല സാധനങ്ങളിലേക്ക് ഇനി പോകാനും സ്വിച്ച് ചെയ്യാനും എനിക്ക് ഒരുപാട് ടൂളുകൾ കിട്ടി. പേരെടുത്ത് പറയാൻ പറ്റിയ ഒരുപാട് ടൂളുകൾ, ഡോളി മുതലുള്ള ഫോംസ് മുതലുള്ള പല സാധനങ്ങളെല്ലാം ഞാൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്നും സമയം വെച്ചിട്ട് പഠിക്കാൻ തന്നെയാണ് അതിന്റെ തീരുമാനം. അപ്പൊ എന്തായാലും സന്തോഷം. ക്ലാസ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിന്റെ ചില പോരായ്മകള് വിനോദ് സാർക്ക് ഉണ്ടാവും. അത് ഞാൻ പേഴ്സണലി അവരെ വിളിച്ചിട്ട് പറയും. കാരണം എന്തായാലും ടീച്ചിങ് മേഖലയിലേക്കും ട്രെയിനിങ് മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു തുടക്കമാണല്ലോ. അപ്പൊ ഇന്നത്തെ കാലത്തുള്ള ഒരു ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾ അത് കുറവല്ല. അത് ഞാൻ പേഴ്സണലി എന്ത് ചെയ്യാം, അപ്ഗ്രേഡ് എങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരും. ടൂൾസുകളുടെ അപ്ഗ്രേഡേഷൻ ആകാം, നമ്മള് ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഇരിക്കുന്ന സ്ഥലം. ഇപ്പം വിനോദ് സാറിന്റെ ഇരിക്കുന്നതിൽ ഒരു പകുതി ഭാഗം കാണുന്നത് ഇപ്പൊ വിനോദ് സാർ ഇരിക്കുന്നില്ല. ഒന്നുകൂടി സെന്ററിലേക്ക് വന്ന് ഇങ്ങനെയുള്ള ചെറിയ, അത് പോരായ്മയല്ല കേട്ടോ, അത് ആയിവാ കുറച്ചുകൂടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് ഇന്നത്തെ കാലത്തുള്ള ട്രെയിനിങ്ങിന്റെ ഒരു സംഭവങ്ങളാണ്. ഒരിക്കലും ക്ലാസിന്റെ പ്രശ്നങ്ങളല്ല, അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള അത് എനിക്കും വേറെ ആളുകളൊക്കെ പറഞ്ഞു തന്നാണ്. അത് തീർച്ചയായിട്ടും ആ സാധനങ്ങൾ വിനോദ് സാറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ക്ലാസ് ഗംഭീരമാവും. ഓക്കെ, താങ്ക്സ് എനിവേ. താങ്ക് യു. മറ്റുള്ളവരൊക്കെ പറയൂ കേട്ടോ. ഓരോരുത്തരും. നമ്മള് വലിയ മാം ഉണ്ടോ? പോയോ? ഞാൻ ഒരു ദിവസം പേര് വിളിക്കുന്നില്ല, ഞാൻ വലിയ മാം വിളിച്ചു എന്നേ ഉള്ളൂ. എല്ലാരും പറയുന്നു, എല്ലാരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. മൈക്ക് ഓഫ് ആണ്. എല്ലാവരും പറഞ്ഞു കൊടുക്കേ, എല്ലാവരും പറഞ്ഞു തുടങ്ങി. അപ്പൊ അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ളത് അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാം. എല്ലാവർക്കും വളരെ ഉപകാരമുള്ള ക്ലാസ് തന്നെയാണ്. നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാല് നമ്മള് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഇതില് വന്നു പെടുന്നുണ്ട്. അപ്പൊ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ഉപകാരം ഉള്ള ഒരു ക്ലാസ് തന്നെയാണ്. എന്തായാലും ഇതൊക്കെ അറിഞ്ഞതില് വളരെ സന്തോഷം. ഏതെങ്കിലും ഉപയോഗിച്ച് നോക്കിയിരുന്നോ? ഞാൻ ഇന്നലെ ഇത് മൈക്രോസോഫ്റ്റിന്റെ അത് കുറച്ച് ഉപയോഗിച്ച് നോക്കി. ഇന്നലെ പറഞ്ഞത് ഡിസൈനർ. സാർ ഇന്നലത്തെ ക്ലാസ് റെക്കോർഡിംഗ് ഉണ്ടോ? ഞാൻ ഇന്നലെ എനിക്ക് നെറ്റ് പ്രശ്നം കാരണം കേറാൻ മെയിൽ ഐ ഡി ഞാൻ അയച്ചുതരാം. ഇന്നലത്തെ എനിക്ക് കിട്ടിയില്ല. ഇന്നലെ ഞാന് ലേറ്റ് ആയി കയറിയപ്പോ. നമുക്കത് വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഫയലിന്റെ MB കൂടുതലാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടോളാം, അതായിരിക്കുമല്ലോ നല്ലത്. അത് കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇമെയിൽ ID തന്നു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. ഞാൻ മെയിൽ ID സാറിന് വാട്സപ്പ് ചെയ്യാം. വിനോദ് സാറേ, നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴേ നിങ്ങളുടെ ഡ്രൈവിനകത്ത് സാധനം കയറ്റും, അങ്ങനെയല്ലേ ചെയ്യുന്നപ്പോ? അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ്. എന്നിട്ട് അതിന്റെ ലിങ്ക് നേരെ വാട്സാപ്പിലോട്ട് എടുത്താൽ മതി. അത് ഷെയർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു ലിങ്ക് ആയിട്ട് വരും. ആ ലിങ്ക് വാട്സാപ്പിലോട്ട് എടുത്താല് ഇമെയിലേക്ക് അയക്കണ്ട. സിൻഡോ പോയോ? സിൻഡോ രാവിലെ കണ്ടിരുന്നു. അതുണ്ടായിരുന്നു. അഭിപ്രായം പറയൂ. അഭിപ്രായം അടിപൊളി ക്ലാസ് ആണ്. എയുടെ പല ടൂൾസുകളും പരിചയപ്പെടാനായിട്ട് സാധിച്ചു. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ടൂള് ഗാമയാണ്. ഗാമ അടിപൊളി ടൂളാണ്. പിന്നെ ഒരു കാര്യം,
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളുണ്ടല്ലോ ഇനിയും സംശയങ്ങൾ ചോദിച്ച് അറിയാനായിട്ട്. അപ്പൊ ഏത് പാതിരാത്രിക്കും നമ്മുടെ വിനോദ് സാർ ഉണ്ട് സംശയങ്ങൾ തീർക്കാനായിട്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അത് ഇന്നലെ മനസ്സിലായല്ലോ. 24 മണിക്കൂർ അവൈലബിൾ. ഇന്നലെ മനസ്സിലായില്ല. ഇന്നലെ 12 മണിക്ക് ശേഷം മെസ്സേജിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ. അതെ അതെ. അപ്പോ നല്ല ക്ലാസ് ആണ്. കാരണം നമുക്ക് അറിയാൻ സാധിക്കാത്ത മേഖലകളിൽ ആണത്. അപ്പോ കൂടുതൽ അറിവ് കിട്ടാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അതിൽ ബിഗ് താങ്ക്സ് വിനോദ് സാറിന്. ഇനിയും ഇതുപോലൊരു ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 സജഷൻസ് നമുക്ക് ആലോചിക്കാം. നമുക്ക് വിനോദ് സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടേ ഈവനിങ് ടൈമിൽ ആലോചിക്കാം. സാറിന്റെ ഇതുകൂടെ കിട്ടണം. ഓക്കെ. നമ്മുടെ വിനോദ് സാർ കേറിയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഒരു അഭിപ്രായം വിനോദ് സാർക്ക് പറയാം. സാർ കേറിയിട്ട് പക്ഷെ മൈക്കോണൊക്കെ ഇല്ല. ഒന്ന് വിളിച്ചു. സാറ് ഒന്ന് വീഡിയോയിൽ എപ്പോഴെങ്കിലും ഒന്ന് വരുമോ? സൈറ്റുകളുടെ ഒരു ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ സാറ് ഉണ്ടാക്കിയിട്ടത് അത് ഏതാണത്? സാറേ അത് ഏതിൽ ചെയ്തത്? അത് മറ്റേ ഫിൽമോറയിൽ ചെയ്തത്. ഫിൽമോറയാണോ? ഓക്കെ. ഫിലിമോറയിൽ AI ഉണ്ട് കേട്ടോ. ഉണ്ടോ? മൊബൈൽ ആപ്പാണോ സാർ? ആ മൊബൈൽ ആപ്പ് എല്ലാറ്റും വരും. വിനോദ് ബാബു സാർ മൊബൈലിലാണോ ചെയ്യുന്നത്? അടിപൊളിയായിട്ടുണ്ട്. അത് കേട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ സാറ് മക്കളായിട്ട് ഇരുന്നിട്ടാ പോകുന്ന ചെയ്യുന്നത്. മക്കളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ട്. അതില് ബാക്ക്ഗ്രൗണ്ടിൽ ആരൊക്കെയാ കളിക്കണ്ട്? അതെ അതെ. മക്കളാരോ ഭയങ്കര ഒരു ഇതില് ക്രൈസുള്ള ഏതോ ഒരുത്തനുണ്ട്. ഉണ്ട്. 2 മക്കളുണ്ട്. ആരോ ഉണ്ട് അതില്. ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ അല്ലെ? അങ്ങനെ പൊക്കിയാ മതി. ഇല്ല അത് ഫുള്ള് എന്റെ തന്നെയാ. മക്കൾക്ക് കൊടുക്കണ്ടല്ലോ. സാറ് കേക്കില്ലെന്ന് വിചാരിച്ച് നമ്മള് പറഞ്ഞാണ്. പക്ഷെ സാറ് കേട്ടു. അത് കേൾക്കാത്തവരുണ്ടല്ലോ, അവരെ മുന്നിൽ വെച്ച് എന്തും പറയാലോ. പക്ഷെ ചില സാധനങ്ങൾ അവർ കേൾക്കുകയും ചെയ്യും. വേണ്ടാത്ത കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്നലെ ഇത് ഫിലിമോറയില് വിനോദ് സാറേ ഞാൻ ചെറിയ സാധനം ഷെയർ ചെയ്യട്ടെ. ഫിലിമോറയിലെ ചെറിയ സാധനം. ഫിലിമോറ എന്ന് പറഞ്ഞപ്പോഴേ ഇതാണ് ഫിലിമോറ. ഇതിനകത്ത് കണ്ടോ AI ഓട്ടോ കട്ട്, ടെക്സ്റ്റ് ടു വീഡിയോ, AI റിമൂവർ, ഇതെല്ലാം ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന സാധനം. ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, ഇതെന്താ ടെക്സ്റ്റ് ടു വീഡിയോ എന്നുള്ള സംഭവം കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ്സ് കൊടുക്കേണ്ടത്. ഉദാഹരണം എന്താ കൊടുക്കാം? നമ്മള് ട്രാവലിംഗ് കൊടുക്കാം. ഓക്കെ, ട്രാവലിംഗ് നല്ല ടൂളാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റും. ട്രാവലിംഗ്, ഫാഷൻ ട്രെൻഡ്, ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ബിസിനസ് ഇൻസൈറ്റ് ഇത് കൊടുത്തു നോക്കാം. ജനറേറ്റ് കൊടുക്കുക. ഇത് AI ടൂളാട്ടോ. സ്ക്രീൻ കാണുന്നില്ലേ? ഇത് കണ്ട. ഇപ്പൊ ഇത് വെച്ചിട്ട് ഈ ഒരു ടെക്സ്റ്റ് വെച്ചിട്ടുള്ള വീഡിയോ ഉണ്ടാക്കുകയാണ്. ഇത് ശരിക്ക് കിടിലൻ സാധനമാണിത്. വിനോദ് സാറ് ഫിലിമോറ എന്ന് പറഞ്ഞപ്പോഴേ ഇതിനകത്ത് ടെക്സ്റ്റ് ടു ഇമേജ് ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ എഴുതി കാണിക്കും. ഇപ്പം മിക്കവാറും യൂട്യൂബിനകത്ത് കാണാറില്ലേ, അവരൊന്ന് പറയുമ്പോൾ താഴത്തെ ഇങ്ങനെ എഴുത്ത് വരുന്ന
അതെ അതെ ആ ആ ആ സംഭവങ്ങളൊക്കെ ഇതിനകത്താ ചെയ്യുന്നത്. ഉം. പക്ഷെ ഇത് ഇത്രയും ആളുകൾ എല്ലാരും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ അറിയില്ല, സാധാരണക്കാര്. ബാക്കിയുള്ള ആളുകളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്ക്രീൻ കണ്ടോ? ഉം. ഉം. yes. സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ല. ഉം. ഒരു മിനിറ്റ്. ഇപ്പോഴും ഇല്ല സൗണ്ട്? ഇല്ല. ഇത് ശരിക്ക് ഇതിലെ അടിപൊളി സാധനം എന്ന് പറഞ്ഞത് നമ്മുടെ താഴത്ത് വരുന്ന ആ എഴുത്താണ്. ഇതിന്റെ അല്ല, ഇത് നമുക്ക് ഒന്നുകൂടി മനോഹരമാക്കാം എഴുത്ത്. അതിനും വേറെ ടൂളുകളുണ്ട്. പക്ഷെ ഇതിപ്പോ ലെങ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നമുക്ക് ഇത്ര സംഭവങ്ങൾ എടുക്കാം. അതിനകത്ത് ലെങ്ത് നമ്മൾ കൊടുത്താൽ മതി. അതിനകത്ത് സെറ്റിങ്സ് ഉണ്ട്. ഇത്ര സംഭവമാണ്. ഇത് എവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളൊരു കണ്ടന്റ് പറയും. ആ കണ്ടന്റ് പറയുന്നതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഓടാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കിട്ടൂലേ? അതെ അപ്പൊ ഇവിടെ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഉണ്ടോ? പറ്റും. അല്ല, വേറെ ടൂളുകളുണ്ട്. പക്ഷെ അത് 30 മിനിറ്റോ അങ്ങനെ എന്തൊക്കെയുള്ളൂ. അതിൽ കൂടുതൽ പറ്റില്ല. ഓക്കെ, Introducing the future of സൗണ്ട് കിട്ടിയോ? work. Business insights for a changing world. A thought-provoking exposition that delves into the profound implications of the evolving work landscape. Navigating the intricacies of this ever-changing realm has become essential for businesses seeking sustained success in the turbulent times that lie ahead. Join us as we unravel critical insights, illuminating new directions and opportunities for your organization. With a laser focus on the future, we aim to equip you with the knowledge and foresight to thrive amid. ഇത് ഉപകാരപ്പെടുന്നത് നമ്മളൊരു വീഡിയോ കാണും. ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കാനൊരു വീഡിയോ ഉണ്ടാവില്ലേ? അതാണ് സംഭവം. ഇനി ഇവിടെ ഈ ടെക്സ്റ്റിന്റെ അടുത്ത് കണ്ടോ? ഈ ടെക്സ്റ്റ് ഇതാണ് ഏറ്റവും അടിപൊളി ഒരു സാധനം. ഇതിനകത്ത് ഇഷ്ടംപോലെ ഫോണ്ടുകൾ ഉണ്ട്. കണ്ടോ? ടെംപ്ലേറ്റുകൾ ഉണ്ട്. അതായത് ഇത് എങ്ങനെയാണോ ഇത് വരേണ്ടത് എന്ന് പറഞ്ഞ ടെംപ്ലേറ്റുകൾ ഉണ്ട്. ആർട്ട്, ആനിമേഷൻ, ഈ എഴുത്തുകളൊക്കെ വരുന്നതാണല്ലേ? ഉദാഹരണം ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഇതെല്ലാം ഇതിനകത്താണ് ചെയ്തു വരുന്നത്. പക്ഷെ നമുക്ക് ക്യാൻവയിൽ അതുണ്ട്. പക്ഷേ ക്യാൻവയിൽ ഇത്രയും ഗംഭീരമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. ക്യാൻവയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അത് വരുന്നുണ്ട്. പക്ഷേ അന്നത്തെ നമ്മള് ലിങ്കിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നില്ല. ഓക്കെ, ഞാനിനി വേറെ ഏതെങ്കിലും കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പൊ ഉദാഹരണം ഈ ഒരു വീഡിയോ എടുക്കാം. ഈ വീഡിയോ എടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ഇനി ഇതിനകത്ത് ഇതിന്റെ എഴുത്ത് വേണമെന്നെങ്കിൽ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് എടുക്കുക. ഈ ക്യാപ്ഷൻ എടുക്കുക. ക്യാപ്ഷൻ എടുത്ത് ആഡ് ക്യാപ്ഷൻ കൊടുത്താൽ എന്താ സംഭവിക്കാറിയോ? അതിനകത്ത് ഇപ്പൊ അയാളെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഇത് എ ആണ്, പക്ക എയുടെ സാധനമാണ്. ഇപ്പൊ നമ്മളൊക്കെ വീഡിയോയിൽ യൂട്യൂബിനകത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ താഴത്ത് ടൈപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂളാണ് ഉപയോഗിക്കുന്നത്. അതല്ല, മലയാളം അപ്പൊ ഇംഗ്ലീഷ് ആക്കിയിട്ട് വരും. അത് എങ്ങനെയാണ്? മലയാളം ഇത് കുറച്ച് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. മലയാളം എല്ലാം വരും. മലയാളത്തിൽ തന്നെ വരുന്നുണ്ട്. ഇത് ഞാൻ വിനോദ് സാർ ഓരോ സാധനങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത ഓരോ സാധനമാണ്. പിന്നെയാണ് എനിക്ക് കിട്ടിയത് ഇതാണ് 100% സാധനം എന്നുള്ള. വിപിൻ രാജ് സാർ ഇതാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്, ഫിലിമോറ വീഡിയോ എഡിറ്റിംഗ്. ഫിലിമോറ അല്ലേ? സാർ അറ്റൻഡ് ചെയ്തിരുന്നു, കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു. ഇതാ മലയാളം കണ്ടോ? ഇതാ സാർ നോക്കിയതാ. My dear friends, this transformation, 2 days transformation to me. എങ്ങനെയുള്ള ഞാൻ പബ്ലിക്കിന് മുമ്പില് ഇരുന്ന് മുട്ടുവിറക്കിയും കണ്ടോ?
ഓ അത് അടിപൊളിയാണ്. വല്ലാത്ത അസ്വസ്ഥപ്പെടുത്തി സൗണ്ട് കേൾക്കുന്നില്ലേ? ഉണ്ടുണ്ട്. ഈ ഞാൻ 2 ദിവസം കൊണ്ട് ഇതിൽ എഡിറ്റ് ചെയ്താൽ അൽഹംദുലില്ലാ മതി. വളരെ എനിക്ക് ഐ കാൻ ബിലീവ് മൈസെൽഫ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്കത് മാറ്റി കൊടുക്കാം. ഉം, ഉം. ഇതിൽ തന്നെ AI എഡിറ്റ് ഉണ്ട്, ക്യാപ്ഷൻസിന്റെ സംഭവങ്ങളുണ്ട്. ഇതിന്റെ സ്റ്റൈല് ഒരുപാട് സാധനങ്ങൾ, സ്റ്റൈല് മാറ്റാം, ഫോണ്ട് മാറ്റാം, ഈ ടെംപ്ലേറ്റുകൾ മാറ്റാം. ഇതിൽ ഈ ടെംപ്ലേറ്റുകൾ കണ്ട, ഇതാണ് ഈ എഴുത്തിന്റെ മെയിൻ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഇന്ന് പല വീഡിയോയിലും കാണാറില്ലേ ഇങ്ങനെയൊക്കെ? ഉം, ഉം, ഉം. ആനിമേഷൻ അല്ല, ഇങ്ങനെ പല എഴുത്തുകൾ ഇതാണ്. ഇതിപ്പോ ഇങ്ങനെ പല കളറിലായിട്ട് 2 ദിവസം സെഷൻ ഗെയിമിഫിക്കേഷൻ, മെന്റലിസം, ആക്ടിവിറ്റി ഓറിയന്റഡ് ആട്ട ഒന്നും പറയേണ്ട ഒരു രക്ഷയില്ലാതെ ഈ 2 സെഷൻ. ഇത് ഞങ്ങൾക്ക് നൽകിയ സ്പീക്ക് ഓൺ അക്കാഡമിക്കും ഇതിന്റെ പ്രിയപ്പെട്ട ട്രെയിനേഴ്സിനും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും എല്ലാം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് ഇംഗ്ലീഷൊക്കെ ആകുമ്പോൾ നല്ല രസമുള്ള സംഭവമായി. ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റാം, ലാംഗ്വേജ് നമുക്ക് മാറ്റി കൊടുക്കാം. പല സാധനങ്ങൾ ഇതിനകത്തുണ്ട്. AI എഡിറ്റ് എന്ന് പറയും. സാർ ഇത് പെയ്ഡ് വേർഷനിലാണോ കൂടുതൽ കിട്ടുള്ളൂ അതോ? ഇതിന്റെ ഒരു വേർഷൻ എനിക്ക് അങ്ങ് ഓൺലൈനിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് അങ്ങ് കിട്ടിയ, എവിടുന്നാ കിട്ടിയെന്നുള്ളത് ഇപ്പൊ എനിക്ക് ചോദിച്ചാലും അത്ര ഉണ്ട് ക്ലാരിറ്റി. പക്ഷെ ഇതിനകത്ത് എല്ലാം ചെയ്യാം. കാരണം ഇത് ഞാൻ പഠിക്കട്ടെ, പഠിച്ചിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ യൂട്യൂബേഴ്സിനൊക്കെ ഒന്നുകൂടി അടിപൊളി കാര്യമാവും. ഞാൻ ചെയ്തിട്ടൊന്ന് യൂട്യൂബിനകത്ത് ഇടണം എന്ന് തോന്നി ഈ സാധനങ്ങളൊക്കെ. ഞാൻ പല ഒരിക്കലും ആളുകൾക്കും വിളിച്ചു നോക്കിയിരുന്നു, പക്ഷെ അതെന്തോ ഫ്രീ വേർഷൻ ചെയ്യാൻ പറ്റിയില്ല, എന്താണെന്ന് അറിയില്ല. ഇത് എന്താ സംഭവം എനിക്കറിയില്ല. എനിക്ക് ഇതിൽ ചെയ്യുന്നതിൽ ഒരു വാട്ടർമാർക്കും വരുന്നില്ല. എത്ര ലെങ്തിയും കിട്ടുന്നുണ്ട്. 20-30 മിനിറ്റിന്റെ വീഡിയോ ഞാൻ ചെയ്തു. ഗ്രീൻ സ്ക്രീൻ എന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി നോക്കി, ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ഇൻഷോട്ടിലും ഞാൻ ഉപയോഗിക്കുന്ന ഇൻഷോട്ടാണ്, ക്യാൻവ കൂടാതെ. ഇൻഷോട്ട് ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ടോ? ഇല്ല, മൊത്തം അതിന്റെ ഇതൊന്നും നോക്കിയിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് ഇൻഷോട്ടിന്റെ ചെയ്യില്ല. ഇൻഷോട്ടിന്റെ ഒരു മോഡ് ആപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മോഡാണ്, എക്സ്റ്റൻഡ് ആവും. പക്ഷെ അതും നന്നായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ഫ്രീ ആണോ വെച്ചാൽ ഇത് പെയ്ഡ് വേർഷൻ ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തപ്പോ ഇതിന്റെ മോഡ് കിട്ടിയതാണോ എന്തോന്ന് അറിയില്ല. ഇതിനകത്ത് AI വർക്ക് ചെയ്യുന്നുണ്ട്. മോഡിൽ AI വർക്ക് ചെയ്യുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. പക്ഷെ എനിക്ക് ഒരു സംഭവത്തിന് ഒരു വാട്ടർമാർക്ക് ഇതുവരെ വന്നിട്ടില്ല. അല്ല, ഇൻഷോട്ടില് വാട്ടർമാർക്ക് നമുക്ക് പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, കളയാൻ പറ്റൂലേ? ഇൻഷോട്ട് എന്നുള്ള ആ ഇത് നമുക്ക് കളയാൻ പറ്റും അതിൽ തന്നെ. ഇനി ബാക്കിയുള്ള ആളുകൾക്ക് ഒന്ന് അഭിപ്രായം പറയട്ടെ. വിനോദ് സാർക്ക് വേണ്ടിട്ട് ഞാനത് ജസ്റ്റ് വിനോദ് ബാബു സാർ പറഞ്ഞ സമയത്ത് ഫിലിമോറ ഒരു പുതിയ അറിവ് കിട്ടിയല്ലോ. വിനോദ് ബാബു സാറും അതൊരു പുതിയ അറിവായിരിക്കും കുറച്ചു കാര്യം. മറ്റുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞോളൂ. അതെ, 16 പേരുണ്ട്. ലതാ മാം, വിനോദ് സാർ ഓരോരുത്തരായിട്ട് വിളിക്കാവും നല്ലത് ഉണ്ടെങ്കിൽ വരും. എല്ലാരും വരെ എന്താ പറയാ, ചില ആളുകൾ മുഴുവനായിട്ട് കയറിയിട്ടില്ല. ചില ആളുകൾക്ക് ഇത് എന്താണെന്ന് പിന്നെ മനസ്സിലാവാൻ കുറച്ച് ടൈം എടുത്തു. ആലോചിച്ചു ഇത് നമുക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കുറച്ച് ആളുകൾ. ക്ലാസ് എല്ലാം അടിപൊളിയായിരുന്നു. ഒരുപാട് AI ടൂൾസ് പരിചയപ്പെടാൻ പറ്റി. അപ്പം നമുക്ക് ഇങ്ങനെ ഇതേക്കുറിച്ച്, അതായത് സ്പെഷ്യലായിട്ട് എന്താ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച്, അതായത് ഇപ്പൊ ഒരു വീഡിയോ മേക്കിങ് അങ്ങനെയുള്ള ഇപ്പൊ എന്താണെന്ന് ഇങ്ങനെ അന്വേഷിച്ചതിനൊക്കെ നമ്മൾ ഇരിക്കുകയായിരിക്കും. പക്ഷെ സാർ ഒരുപാട് AI ടൂൾസ് പരിചയപ്പെടാൻ പറ്റി. അപ്പം അതുകൂടാതെ തന്നെ ഞാൻ വേറെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇതിലും ഒരുപാട് ഉണ്ട്. അപ്പം കുറച്ചൊക്കെ പഠിക്കാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി. 1-2 ഞാനത് ഉപയോഗിച്ച് നോക്കി. അതായത് ഹെഡ എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കി. എനിക്ക് പ്രത്യേക സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. പിന്നെ സാറിന്റെ ക്ലാസ് എല്ലാം ഒന്ന് കിട്ടുവാണെങ്കിൽ ഉപകാരമായിരുന്നു നമുക്ക്.
യൂട്യൂബിലാണേലും ഒന്ന് കിട്ടുവാണ് ഉപകാരമായിരുന്നു. സമയം കിട്ടുമ്പോ ഒക്കെ നോക്കി പഠിക്കണം എന്നുണ്ട്. യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റിന്റെ ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ? അതുകൊണ്ട് എന്ത് സംശയങ്ങളും ചോദിക്കാം. നമുക്ക് ഇതിപ്പം ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പൊ ഓഫീസില് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഉപയോഗിക്കാം. നമുക്ക് എക്സലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ഓഫീസിലേക്ക് ആവശ്യം ഉണ്ടായിരുന്നു. എക്സൽ ചെയ്യാലോ. നമുക്ക് AI ടൂൾസ് ഒക്കെ ഉപയോഗിക്കാൻ അത് കുറച്ചൊക്കെ ഞാൻ നോക്കി ചെയ്യാറുണ്ട്. നമുക്ക് വേറെ യൂട്യൂബ് ചാനലൊക്കെ വേറെ തന്നെ നമുക്ക് ചെയ്യാലോ. എക്സൽ എന്ന് വേണ്ടല്ല, ഒരു വെബ്സൈറ്റ് വേണം ക്രിയേറ്റ് ചെയ്യാൻ. നമുക്ക് കോഡിങ് ചെയ്യാം. അത് ഞാൻ ഫസ്റ്റ് 2 ക്ലാസ്സുകളിൽ പറഞ്ഞില്ലേ. എക്സൽ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന വർക്ക് പിന്നെ AI കൊണ്ട് ചെയ്യിച്ചു നോക്കുക. അപ്പൊ അറിയാൻ പറ്റും. അതെ, ഞാൻ നോക്കാറുണ്ട്. എന്തായാലും അടിപൊളി ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ഒന്നുകൂടെ നോക്കൂട്ടോ. അത് ഞാൻ അതിന്റെ എക്സാമ്പിൾ ഇട്ട് വരാം. ആയിക്കോട്ടെ. വിനോദ് സാറ് താടി പഠിച്ചപ്പോ ഒരു ഭയങ്കര ചെറുപ്പായി. 20, 21, 22 വയസ്സ് പ്രായം തോന്നി. എന്റെ കാര്യമാണ്. പിന്നെ ആരെ കാര്യം പറഞ്ഞു ഞാൻ? ഉപ്പുമുളക് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിന് വേണ്ടിട്ടാണോ താടി പഠിച്ചത്? അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഭയങ്കര മടിയായിരുന്നു. ഞാനൊന്ന് പരീക്ഷിച്ചു. കേട്ടില്ല, എന്തോന്ന്? റേഞ്ച് പോയി. ഹലോ, കേക്കണ്ടോ? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനൊന്ന് ക്ലീൻ ഷേവ് ചെയ്ത് നോക്കട്ടെ. വിളക്കാൻ തേച്ച് പാണ്ടാവട്ടോ. സിൻഡോടെയൊക്കെ യൂട്യൂബ് ചാനലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ പ്രഭാകർ സാറിന്റെയും അതുപോലെ വിനോദ് ബാബു സാറിനെയൊക്കെ നമുക്ക് പൊക്കിക്കൊണ്ടുവരണം. എല്ലാരും യൂട്യൂബിൽ ഇറങ്ങണം. അല്ലാതെ ഒരു വഴിയില്ല മക്കളെ പിടിച്ചിരിക്കാനോ. നിങ്ങള് ആരാണെന്നുള്ളത് നിങ്ങള് ബ്രാൻഡ് ആവാത്ത കാലത്തോളം നിങ്ങൾക്ക് വില ഉണ്ടാവില്ല. ഇപ്പൊ ഷിജിന മേഡം 2000-ന് ആ സാധനം വെക്കുന്ന പറയുമ്പോൾ സങ്കടമാണ്. അത് 10,000 രൂപക്ക് 25,000 രൂപക്ക് വെക്കണമെങ്കിൽ ഷിജിന മേഡം ഓൾറെഡി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണെങ്കിൽ ഇത് കാണുന്ന ഏതെങ്കിലും ഒരു ഗൾഫുകാരന് അത് 25-35 കൊടുത്തിട്ട് വാങ്ങും. പക്ഷെ Day 1 ഇടണമായിരുന്നു. ഇതാ ഞാൻ വർക്ക് തുടങ്ങുന്നുണ്ട്. ഇതൊരു 10-20 ദിവസത്തെ വർക്കാണ്. ഇതാ ഒരു ബ്ലാങ്ക് ഷീറ്റ് ആണ്. ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങി നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ അപ്ഡേറ്റ് എടുത്തിട്ട് അവസാനം ഇയാൾ അങ്ങ് വാങ്ങും. അത് ആരും അങ്ങനെയാണ് അതിനെ ഇങ്ങനെ ഒരു ഇത് വരുത്തിച്ച് ഡിമാൻഡ് എടുത്തിച്ച് കൊടുക്കണ്ടേ. അതിനൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങണം. യൂട്യൂബിനകത്ത് ഇറങ്ങണം, ഇൻസ്റ്റക്കകത്ത് ഇറങ്ങണം, ഫേസ്ബുക്കിനകത്ത് ഇറങ്ങണം. ബ്രാൻഡ് ആവണോ നമ്മൾ വീഡിയോയിൽ തന്നെ വരണം. പഠിച്ചു നിന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ എന്താ ചെയ്യുന്ന നമ്മള് ഈ കാലഘട്ടത്തിൽ ഔട്ടായി പോകും. നല്ലൊരു സംശയമില്ല.